നേരത്തെ കിടന്ന് ഉറങ്ങാൻ ചോറിട്ട്. നിങ്ങൾ എങ്ങോട്ടാ പോണത്? ഞങ്ങള് പുറത്തു പോയിട്ട് വരാം. ആ പുറത്തു പോയി ഞങ്ങളുണ്ട് പുറത്തേക്ക്. ഞങ്ങള് തന്നെ അങ്ങനെ കറങ്ങാൻ പോണ്ട. ബെസ്റ്റ്. ഞങ്ങളുണ്ട്. ഞങ്ങള് വേഗം ഡ്രസ് മാറാം. നമ്മൾക്ക് എന്തായാലും പകലൊന്നും കറങ്ങാൻ പോകാൻ പറ്റില്ല. അപ്പൊ നമുക്കൊന്ന് രാത്രി കറങ്ങിയിട്ട് വരാന്ന് വിചാരിച്ച് നമ്മൾ ഇറങ്ങിയതാണ് കേട്ടാ. എന്നും ഈ വീട്ടിലത്തെ ഫുഡ് മാത്രം കഴിച്ചാൽ പറ്റുമോ? ഇടയ്ക്കൊക്കെ നമ്മൊന്ന് പുറത്ത് പോയിട്ട് ഫുഡ് കഴിക്കണ്ടേ. അപ്പൊ നമ്മളൊന്ന് എല്ലാവരും കൂടി ഒന്ന് കറങ്ങാനായിട്ട് ഇറങ്ങിയതാണ്. അച്ഛൻ മാത്രം വന്നില്ല കേട്ടാ. അച്ഛന് വയ്യാന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടി ബൈക്കിൽ ഒന്ന് കറങ്ങാന്ന് വിചാരിച്ചിറങ്ങി. അപ്പൊ അതേ നമ്മളിവിടെ വന്ന് ഫുഡൊക്കെ കഴിച്ചു. നമ്മളുടെ അവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ. വലിയധികം ദൂരേക്കൊന്നും പോയിട്ടില്ല കേട്ടാ. നമുക്ക് എന്തായാലും പകലൊന്നും പോകാൻ പറ്റില്ല. നമുക്ക് രാത്രി നമ്മുടെ കടയൊക്കെ അടച്ചിട്ട് നമുക്ക് പോകാൻ പറ്റുള്ളൂ. വീട്ടിലുള്ളവരും നിങ്ങളും ഞാൻ ഉണ്ടാക്കുന്ന ഫുഡ് കണ്ട് മടുത്തിട്ടുണ്ടാവില്ലേ. അപ്പൊ നമുക്ക് പുറത്തത്തെ ഫുഡിന്റെ ടേസ്റ്റും പുറത്തത്തെ ഫുഡ് എന്താണെന്നും കൂടെ നമ്മളൊന്ന് അറിയണ്ടല്ലേ. അത് മാത്രമൊന്നല്ല കേട്ടാ. ഫുഡ് എന്ന് പറഞ്ഞ് നമ്മൾ ഇറങ്ങാൻ പാടില്ല. നമുക്ക് ഇങ്ങനെയുള്ള ഈ തിരക്ക് പിടിച്ച ജീവിതത്തിന്റെ ഇടയിൽ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു യാത്രകൾ നമ്മുടെ മനസ്സിനൊരു സമാധാനമൊക്കെ തരിക. നമ്മളൊന്ന് പുറത്തു പോയി ഒന്ന് റിലാക്സ് ചെയ്തിരിക്കുക. നമുക്കാണെങ്കിൽ എപ്പോഴും വലിയ ടെൻഷനൊക്കെയാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ ഒന്ന് പോയിട്ട് വരുമ്പോഴാണ് നമ്മുടെ മനസ്സൊന്ന് ശാന്തമാവുള്ളൂ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടാ. എനിക്ക് ഞാൻ പുറത്തു പോകുന്നതിനേക്കാളും സന്തോഷം അമ്മേനെ അച്ഛനും പുറത്തു കൊണ്ടുപോയി കാഴ്ചകളൊക്കെ കാണിക്കുക എന്നുള്ളതാണ് കേട്ടോ എന്റെ ഒരു സന്തോഷം. അമ്മ എപ്പോഴും പുറത്തു പോകാതെ വീട്ടിൽ തന്നെ ഇരിക്കുന്ന ഒരാളാണ്. അപ്പൊ അമ്മ പുറത്തു പോയി കാഴ്ചകളൊക്കെ കാണണം, റിലാക്സ് ചെയ്യണം എന്നൊക്കെ എനിക്ക് വലിയ ആഗ്രഹമാണ് കേട്ടാ. നിങ്ങളെല്ലാവരും വിചാരിക്കണ്ടാവും അമ്മ ഞങ്ങളുടെ കൂടെ ചാടി പുറപ്പെട്ടതാണ്. പക്ഷെ ഞങ്ങൾ വിളിച്ച് നിർബന്ധിച്ചിട്ടാണ് ട്ടോ അമ്മ വന്നത്. അമ്മ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അതാണ് ഞങ്ങളുടെ സന്തോഷം.